ചോദിച്ചാലും തരില്ല ആ പന്നി. നീ ചെല്ലൊന്നു ചോദിക്കേ. ചെല്ല് പോ. ഒരുവൻ മുതലാളി ഉലകിൻ മറ്റവൻ തൊഴിലാളി. എന്താണത്? കേരളത്തിലെ രജനീകാന്തോ? ഒരെണ്ണം കൂടെ എടുക്കട്ടെ. അണ്ണാ എനിക്ക് ലേശം കാശ് വേണം അണ്ണാ. ഏയ് എപ്പോ നോക്കിയാലും കാശി കാശി. നീ വായ പൊളിക്കുന്ന തിന്നാനും കാശ് വയ്ക്കാനും വേണ്ടി മാത്ര കൊടുക്കില്ല. വടുകൻ ഇവന്മാരെ വെച്ച് ട്രൂപ്പ് നടത്തണം. എന്നെ വേണം തല്ലാൻ. വല്ലാത്ത കഷ്ടം. ഒന്നും മനസമാനത്തോടെ മനുഷ്യന്മാർക്ക് ഇരിക്കാനും സമ്മതിക്കില്ല വെച്ചാല്. വീടും കുടിയില്ല, ഒറ്റാന്തടി, പിന്നെ എന്തിനാണ്ടാ നിനക്ക് കാശി? ചുരുട്ടി മൂക്കിൽ വലിക്കാന് പോയി നിങ്ങള്. ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കണ. അടുത്ത പ്രാവശ്യം കുന്നല് കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒരുമിച്ച് തരാം. അത് പോരണ്ണ, എനിക്ക് വേണം കുറച്ച് കാശ്. ഇവനെ കൊണ്ട് തോറ്റുപോയല്ലോ. പോയി പാവം ശരീരം വേർപ്പിച്ചുണ്ടാക്കിയ കാശ് വയ്ക്കുമ്പം പിപ്പിടിയാട്ടി പേടിപ്പിക്കുകയാണ് പളനി. സ്വന്തം കാര്യത്തിന് പോരാത്തവന് ഇത് തന്നെ ഗതി. എന്റെ ഗതി വരുമോ? അയാളൊന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയാൾ പിടിച്ച് വീഴുമോ നിന്നെ? എപ്പോഴും തോപ്പിക്കാൻ നോക്കുന്നവരോട് എപ്പോഴെങ്കിലും ഒന്ന് ജയിക്കേ. അല്ല നിന്നെ എനിക്കെന്താ വാങ്ങി തരുന്നത്? കുന്തം. എനിക്ക് വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്തിനാ നീ എന്റെ പിന്നാലെ തന്നെ വരുന്നത്? നിനക്ക് അതിലേതെങ്കിലും പോക്കൂടെ? ആരാ നീ? മാല. നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? അതാ പറഞ്ഞത്, മാല. നീ എന്തിനാ വീട്ടിനോട് കയറിയത്? ആരോട് ചോദിച്ചാണ് നീ വീട്ടിനോട് കയറിയതെന്ന്? എന്താണ് നോക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞോ മര്യാദയ്ക്ക്. എന്റെ സ്വഭാവം മഹാമോശമാണ്. ദേ കാര്യം പറയുമ്പോൾ ഇടിച്ചു കാണിക്കണം മറ്റേ സ്വഭാവം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. വേണോ? ഇറങ്ങി പൊടി വീട്ടിൽ നിന്ന്. എന്താണ് നിനക്ക്? ചെവി കേട്ടൂടെ? പൊട്ടിയാ നീ പന്നി. മര്യാദയ്ക്ക് സംസാരിക്കടോ. താനിപ്പോ എന്താ വിളിച്ചേ? അതെനി വേണ്ട. ഞാൻ താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. ഇങ്ങോട്ട് ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. നിന്നോട് എന്താടി സംസാരിക്കാനുള്ളത്? വലിച്ചു പുറത്തായിട്ട് ചവിട്ടാ വേണ്ടത്. അത് ചെയ്യണോ ഞാന്? ആഹാ, എന്നാ നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. എനിക്ക് പോവാനേ മനസ്സില്ല. ഒന്ന് വലിച്ചു പുറത്തേക്കിട്ടെ. എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. വലിച്ചു ഇറങ്ങി പോടി അവിടുന്ന്. ഇറങ്ങി പോന്നെ. എന്തടീ കാണിക്കണത്? ഒന്നും കാണിച്ചില്ല. ഇത്രയും കാലം ഒരു പാവത്തിന്റെ പോലെ എന്റെ കൂടെ ജീവിച്ചിട്ട് ഈ തുളസിക്കതിര് പോലെ ഇരിക്കുന്ന കൊച്ചിനെ പിച്ചിച്ചാ നോക്കണ. വെങ്കിടി ഞാൻ എന്റെ പൊന്നു മാലമോളെ. സംഗതി ഇത്ര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? ഞാൻ അതിനു വേണ്ടി പിടിച്ചോന്നല്ല. എന്തിന്? ഞാൻ വന്നപ്പോഴുണ്ട് ഇവിടെ. ഒരക്ഷരം നീ മിണ്ടി പോരുത്. എല്ലാം എനിക്ക് മനസ്സിലായി. പോട്ടെ മോളെ, ഭാഗ്യം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു മാന്യനായ ഒരുത്തനാണ് ഇവനെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ മാന്യം തന്നെയാണ്, ഒന്നും ചെയ്തിട്ടില്ല. എന്തുണ്ടായെന്ന് ഞാൻ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെങ്കിടി ഞാൻ വിളിച്ചിട്ട് എന്റെ കൂടെ വന്ന കുട്ടിയാണിത്. ഒരു പെണ്ണിനെ കയ്യെത്താവുന്ന ദൂരത്ത് അടുത്ത് കിട്ടിയപ്പോ നിന്റെ രൂപം മാറി. മനസ്സിലുള്ള മൃഗം വിരലി കൊണ്ട് പുറത്തിയാടി. കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അവളെ വലിച്ചടിപ്പിക്കുന്നവളോടൊപ്പം നീ ഞാൻ കണ്ടത്? വെങ്കിടി എടാ, മനുഷ്യനായിട്ടുണ്ടെങ്കിൽ നിയന്ത്രണം വേണം. അതാടാ സംസ്കാരം. കൺട്രോൾ വേണം, കൺട്രോള്. നീ എന്താടാ കാളക്കൂട്ടനാ?
അതോ നേർച്ചക്കൊറ്റനോ? രാമപ്രാന്തൻ. മതി. ഇതാണ് ഞാൻ പറഞ്ഞ മുതല്. പാവം. ഒരു പാവമല്ല, സാവധാനം നീ അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഈ കച്ചവടമൊക്കെ ആയിട്ട് കൂടുതൽ പെണ്ണുങ്ങളുമായിട്ടാ ഇടപാട്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുകയോ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ തീർന്ന് പിന്നെ അന്ന് വഴക്കും പരിഭവവും കരച്ചിലും പിഴിച്ചിലും ആയിരിക്കും. വേണമെങ്കിൽ കളഞ്ഞിട്ട് പോയായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെയല്ല ഒരു രസമുള്ളൂ. പിന്നെ ഇവനെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന്റെ ട്രൂപ്പിലുണ്ട്. ഇവനെ പ്രേമിക്കുന്ന പെണ്ണോ? ഈ പിശാശിനി എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിരുന്നെങ്കിൽ രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടി വിടായിരുന്നു. ഞാൻ ഫ്രീ ആവുകയും ചെയ്യും. ഇതൊരു രക്ഷയില്ല. ഇപ്പോ ആളെ കണ്ടില്ലേ? ഈ സാധനത്തിനെ നന്നാക്കി എടുക്കലാണ് നിന്റെ പണി. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ അവനേക്കാൾ അധികാരം നിനക്കാണെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവന്റെ അസുഖം താനേ തീർന്നോളൂ. ഏറ്റു. ഇവിടെ വന്നേ. എന്താണ്? ഇങ്ങ് വാ. എന്തേ? ഏതാടാ വന്ന പെണ്ണ്? ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ ആയിരിക്കും. അപ്പൊ അല്ലേ? സെറ്റപ്പാന്നും ഒന്നര സ്റ്റെപ്പിനി. ഈ പട്ടാപ്പകലോ? നീ വന്നെ ചോദിക്കട്ടെ. കയ്യിന്ന് വിട്. ഓ വാങ്ങിട്. അപ്പൊ അമ്പാളെ രണ്ട് ആണുങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു പെണ്ണിനെ കാണുമ്പോ അവൾ ആരാ എന്താന്ന് ചോദിച്ചാൽ എന്താ ഒരു തെറ്റ് നീ പറ. ഇപ്പൊ അതിന്റെ പേരിൽ ഇല്ലാത്തവരെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ പിടിക്കാൻ ചെന്നു നോക്കെ. ഞാൻ എന്തിനാ അവളെ പിടിക്കണത്? ഇതാ നോക്ക്, എന്റെ കയ്യിൽ നല്ല തളമ്പുണ്ട്. ഇത് വെച്ചൊരു വീക്കെണ്ട് ചില അവൾ ചത്തിട്ട് എട്ടീസായി തോന്നും. പിന്നെന്താ നീ വീക്കാഞ്ഞേ? നീ സമാധാനപ്പെട്. വാ, വന്ന് ഇവിടെ ഇരിക്കേ. ഇനി എനിക്ക് ചായ ഒന്നും വേണ്ട അമ്പാളെ. എന്തേ? ആന്ന് കുടിച്ച ചങ്കെന്ന് അറിയില്ല. ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു പണിയുണ്ടാ വീട്ടില്? മൂപ്പരുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അല്ലാതെ എവിടെയെങ്കിലും കിടക്കണ വിടക്ക് സാധനങ്ങളെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരാ ചെയ്യാ. ഒന്ന് നോക്കുമ്പോ കൂടെ ഒരു പെണ്ണുണ്ടാവണം. നല്ലതാടാ. എന്തിന്? എന്താവശ്യത്തിന്? വെങ്കിടി ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? കാണാനും നന്ന്. അവന്റെ കൂടെ ഒരു പെണ്ണിറങ്ങി പോന്നല്ലേ എന്താ തെറ്റ്? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പോയനല്ലോ കൂടെ. ഞാൻ ആരോടാ അതൊക്കെ പറഞ്ഞത്? എടാ പൊട്ട, ഒരു പെണ്ണ് വന്നു വെച്ചാൽ നല്ലതല്ലേ? നിനക്കെന്താ ചെയ്തം? നിന്നോട് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അപ്പേ ആ പെണ്ണിനെ കൊണ്ടുവന്ന് നിന്നെ ഒഴിവാക്കാനാണെന്നുള്ള നിന്റെ തോന്നലാണ്. ആ പെണ്ണിനെ കൊണ്ടുവന്ന് വേറെ ആവശ്യത്തിനാടാ. ഇതിന്റെ പേരിൽ നീ അവനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ചപ്പിന്റെ ഉള്ളിൽ വന്ന് കിടക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ മര്യാദക്ക് നക്കാൻ കിട്ടുന്നില്ലേ നോക്ക് നീ. ആരെയും പേടിക്കാണ്ട എപ്പോ വേണമെങ്കിലും ഒളിഞ്ഞു നോക്കി രസിക്കാലോ. ഒളിഞ്ഞു നോക്കി രസിക്കണത് ഒരു സുഖാട ചക്ക. ഇപ്പൊ തന്നെ നോക്കാൻ പോവാണ്. മുത്തട്ടെ, അവൻ ഐഡിയ പറഞ്ഞു കൊടുത്ത് കുഴപ്പമായിന്നാ തോന്നുന്നു. പോണ പോക്ക് നോക്കി. അത് ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ടിരിക്കണം? എന്നെ കൂടെ ആരെയും കളിപ്പിക്കും. നീ പുറത്തു പോയി കളി. നീ പുറത്തു പോയി കളി. എന്താണ് നമ്പരു? എടാ, മാല വന്നു കാണിച്ച് എല്ലാവരും കൂടുന്ന നേരത്ത് നീ മാത്രം എന്താ കൂടുതൽ കൂടാതെ മാറുന്നത്? ഇത്ര വൈകോളം നീ എവിടെ ഇരുന്നടാ? തോന്നുമ്പോ കയറി വരാൻ ഇതെന്താ ഹോട്ടലാ? എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ, ഞങ്ങളെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ എന്റെ കലാശക്കോട്ട. അതെ, ഞാൻ റാണി ഇറക്കി. നീ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നടാ. ഭയങ്കര ദേഷ്യമാണല്ലോ. ഇപ്പൊ നോക്കിയാലും കൂട്ടിയും വലിയ തെണ്ടികള് ശരിയാക്കി തരാം. എന്താണ് നിന്റെ മുഖത്തിന്? കടന്നൽ ബുദ്ധിയ? ഇതുവരെ കാണാതൊരു വാട്ടം. അവള് വന്നിട്ട് ചൊരിക്കില്ല. ചൊരിക്കട്ടെ. ഞാൻ കളിക്കണ്ട. അവസാനിപ്പിക്കാം. അപ്പൊ വെങ്കടി ബൈ ബൈ. ജിങ്കടി. ഇത് താണ്ട് അവന്റെ അണ്ണാക്കിലെടുത്ത് ഒഴിച്ചു. അതെ, നീ നേരത്തെ കാണിച്ച നാടകം അഭിനയൊക്കെ ഏത് പൊട്ടനും മനസ്സിലാവും. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കൊന്ന് അറിയണം. ആരാണവളെന്ന്? എന്തിനാ നീ അവളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പണിക്ക്. എന്ത് പണിക്ക്? വീട്ടുപണിക്കോ അതോ? വാ
നിനക്ക് ഇപ്പൊ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലയോ അത് പറ. എന്നിട്ടാ ഞാൻ ഇവിടുന്ന് വല്ലതും കഴിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പച്ച വെള്ളം വേണ്ട എനിക്ക്. അവളെ എന്നോടാ മത്സരിക്കാൻ വരണത്. കൂറ പെരട്ട. ഡാ, നീ വെള്ളം വെക്കാൻ്റെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി. വിളിച്ച് ചെയ്യിക്ക്. എന്തിനും പറയുന്നൊരു ശരീരം ഉണ്ടല്ലോ, ചെയ്യട്ടെ. പറഞ്ഞു കൂടിപ്പോ. നിങ്ങൾക്കൊക്കെ കേട് വേറെയാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഭ്രാന്തൻ. എന്തൊരു കഷ്ടാണ് നോക്ക്. മനുഷ്യന് ഭാഗത്ത് കിടക്കാനും സമ്മതിക്കില്ലേ?